നല്ല പടമായിരുന്നു. ക്ലൈമാക്സ് ആണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റുള്ള എല്ലാം ഉള്ള ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സ് എന്തായാലും പടത്തിന് അപ്പ് ചെയ്യും. നല്ല അഭിപ്രായമായിരുന്നു, നല്ല പടമായിരുന്നു. ഫൈറ്റ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അടിപൊളി അടിപൊളി നല്ല പടമായിരുന്നു. അടിപൊളി പടം. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടോളം മമ്മൂക്കാണ്. സൂപ്പറാണ് സൂപ്പർ സൂപ്പർ സൂപ്പറായിരുന്നു. ഒന്നും പറയണ്ട, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. മമ്മൂക്ക സൂപ്പർ കലക്കി പൊളിച്ചു. ഒന്നും പറയാനില്ല, പൊടി പൂരം ലോഡിങ്. പടം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കിം കിം കിംബോയ് പറന്നടിക്കും ടർബോ, ചുഴറ്റി അടിക്കും ടർബോ, ഹാമർ ചുഴറ്റി അടിക്കും ടർബോ, അതാണ് ടർബോ. മമ്മൂക്കയുടെ പവറൊക്കെ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഈ കിം കിം കിംബോയ് പറന്നടിക്കും കിംബോയ്, കയറ്റി അടിക്കും കിംബോയ്, മലർത്തി അടിക്കും കിംബോയ്. കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി, ഒന്നും പറയാനില്ല. എല്ലാം മികച്ചതായിരുന്നു. ഇൻ്റർവെലോട്ട് തുടക്കം തൊട്ട് ഇൻ്റർവെല് ക്ലൈമാക്സ് എല്ലാം ക്ലൈമാക്സൊക്കെ പൊളിച്ചടിക്കുക, ഒന്നും പറയാനില്ല. അതാണ് ചുഴറ്റിയടിക്കും. ഇങ്ങനെയായിരുന്നു അടി, അതാണ് അടി, ഒന്നും പറയാനില്ല. ആ കയറി ഇരുന്നോണ്ടുള്ള അടി, ഇങ്ങനെ ഇങ്ങനെ കയറുന്ന വെച്ചോ, ഇതാണിത്, അതായിരുന്നു അടി. ടർബോ ടർബോ മമ്മൂക്ക ഞെട്ടിപ്പോയി കാണാനുണ്ട്. ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല. മമ്മൂക്ക അതല്ലേ കാണണ്ടത്. 73 വയസ്സ് രോമാഞ്ചായിരുന്നു, ഫുള്ള് രോമാഞ്ചായിരുന്നു, ഒരു രക്ഷയില്ല. ആ വില്ലന്റെ കാര്യമാണ് പറയണ്ടത്. എൻ്റെ പൊന്നോ, ഇത് മിഥുൻ മേനോൻ പറഞ്ഞത് തന്നെ, വില്ലൻ നന്നായാലേ ഏത് നമ്മളെ നായകൻ നന്നാവുള്ളൂ. അത് കാണേണ്ട പടം, ഒരു രക്ഷയില്ല. മമ്മൂക്കാണ് എന്തു പറയാനാ, രോമാഞ്ചം, അതാണ് രോമാഞ്ചം കൊള്ളും. മാസ് വൈശാഖ് സാറ് വിചാരിക്കില്ല എങ്ങനെയായിരിക്കും, അടിപൊളി സാധനം, സൂപ്പർ സൂപ്പർ, ഒന്നുമേ പങ്ക് വേണ്ടിയില്ല. എല്ലാം ഒരുപോലെ எல்லாம் ஒரே போல இருக்கு, சூப்பராக இருக்கு. மம்முக்கா வந்துட்டா என்ன ஆகுது, மம்முக்கா வைசாக் சார் சேர்ந்துட்டா பாரு எப்படியோ நல்லா இருக்கும். நான் மலையாளம் கேட்டோ தமிழ் வரணும் பாரு പറഞ്ഞു വരുമ്പോൾ தமிழ் വരുന്ന പോലെ സൂപ്പറാக இருக்கு, சூப்பராக இருக்கு. ஒன்றுமே போக வேண்டிய வேண்டியதில்லை, ஒன்றுமே കളയ വേണ്ടിയതില്ല. വൈശാഖിന് ഫൈറ്റാ സീൻസ്, വൈശാഖ് സാറ് പോലെ ഫുള്ള് ഫൈറ്റ്, മാസ അടിപൊളി ഫൈറ്റ്, കാശുമുള്ള ഫുള്ളില്ല, ഒന്നുമേ കളയ വേണ്ടിയ കാര്യമില്ല. ഈ വർഷത്തെ മമ്മുക്ക ഫൈറ്റ് വൈശാഖിന്റെ ഒരു തിരിച്ചുവരവ്, അത് തന്നെ. എത്ര ഇവർ എവിടെ പോയിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇതുവരെ എവിടെ ഇരുന്നു എന്നുള്ളതാണ്. വരണമല്ലേ, ഒരു സംഘം വരണമല്ലേ, അതിനർത്ഥം സൂപ്പറായിരിക്കും, ഒരേ ഗ്രേറ്റ്. സംവിധാനം ചെയ്ത മമ്മൂക്കൻ്റെ ജോസ് ഭയങ്കര തിമിർത്ത് ആടിയെന്ന് പറയാം. ഭയങ്കര അതിലത്തെ മ്യൂസിക്കൽ ഭയങ്കര ഭയങ്കര പാറും സിനിമ. അപ്പോൾ അതുപോലെ തന്നെ മമ്മൂക്കൻ്റെ ജോസൂട്ടി ടർബോ തിമിർത്ത് ആടിയെന്ന് പറയാം. ജ്യൂസ് അടിച്ച് എന്ന് പറയാം, ഭയങ്കരപ്പെട്ട സിനിമ, എല്ലാവരും കാണണം. അതുപോലെ തന്നെ അതിൽ ഓരോരോ മ്യൂസിക്കും അതിലത്തെ കഥാപാത്രം, അതുപോലെ നമ്മളെ ബിന്ദു പണിക്കർ ഭയങ്കരപ്പെട്ട് അഭിനയിച്ചു എന്ന് പറയാം. ഭയങ്കരം, ഇത് ഫുള്ള് തീ കത്തും പടർന്നാടും. 2024 ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഞാൻ കാണണം. അത് മമ്മൂക്കയുടെ അടിപ്പടം അങ്ങനെയുള്ള കാണാം. പിന്നെ മമ്മൂക്കയുടെ പെർഫോം ഒന്നും കാണാണ്ട് മമ്മൂട്ടി കമ്പനി ഈ പടം പിടിക്കില്ല. അതിന് 100% തെളിവ് നമുക്ക് തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചിറങ്ങാൻ പറ്റും. കാരണം ഫൈറ്റൊക്കെ അമ്മാതിരി ഒരു ഫൈറ്റാണ്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞൂടാ. ഇനി സെക്കൻഡ് പാർട്ട് വന്നാൽ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്തായാലും കിടിലം പടം, അഴിഞ്ഞാട്ടം തന്നെ, ടർബോജത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെ, മാസ് പടം. പടം നല്ല അടിപൊളിയാണ്. BGM കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ആക്ഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. നമുക്കൊന്നും പറയാനില്ല, ആക്ഷനൊക്കെ അടിപൊളിയാണ്. BGM നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട പോലെയല്ല, കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പടം നല്ലൊരു ആക്ഷൻ പാക്കഡ് പടമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കുറേ കാര്യം നമുക്ക് അങ്ങനെ ഒരു രോമാഞ്ചം വരുത്തുന്ന സംഭവങ്ങളുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞുള്ള ഇതങ്ങോട്ട് തീർന്നിട്ടില്ല. ആ രോമാഞ്ചം ഇപ്പോഴും നമ്മളിങ്ങനെ കൃത്യം നല്ല അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ரொம்ப ஹாப்பியாக இருக்குது. ஏன்னா நம்ம தான் இதை ஒர்க் பண்ணமாங்கிற லெவலில் இருக்குது. மம்முக்கா சாருடைய ஒவ்வொரு ஷாட்டும் வேறு லெவல் கிடிலம் ஒழிச்சிருக்குது சார். உண்மையிலே ரொம்ப ஹாப்பி, ரொம்ப நன்றி.
சார் வந்து இந்த அளவில் ஒர்க் பண்ணி நிறைய படம் பார்த்துருப்போம். நானும் இதில் ஒரு 5 மாதம் ஒர்க் பண்ணி சார் கூட இந்த அளவில் ஒரு அவுட் கிடச்சதுக்கிறது ரொம்ப ரொம்ப நன்றி. ஓகே, தேங்க்யூ. மம்முக்கா சாருக்கு பெரிய நன்றி சொல்லிக்கிறேன். வைசாக் சாருக்கு பெரிய நன்றி சொல்லிக்கிறேன். ஈவன் சமீர் முகமது எடிட்டருக்கும். ஏன்னா இந்த ஆப்பர்ச்சுனிட்டி கொடுத்தது அவங்க தான். இந்த ஆப்பர்ச்சுனிட்டி கொடுக்கல அப்படின்னா எனக்கு இந்த நேம் கிடச்சிருக்காது. ரொம்ப ரொம்ப நன்றி. தேங்க்யூ 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 സാർ. താങ്ക് യു. ഔട്ട് വന്നപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ വരും എന്ന് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ അത് ശരിക്കും ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് മേളിലാണ് വന്നിട്ടുള്ളത്. സോ ഐ എം വെരി ഹാപ്പി. എന്നാലും ഓഡിയൻസ് ആണെങ്കിലും എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു റെസ്പോൺസ് ആയിട്ടാണ് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം തന്നെ നമുക്കിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. സോ അത് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട് എന്തായാലും പടത്തിൽ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓഡിയൻസിനും നന്നായി ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അതെ. എന്താ ചേസിങ് സീൻ? അതെ, ചേസിങ് സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മാസം നമ്മൾ വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഫുൾ. പിന്നെ ഡ്രിഫ്റ്റിങ് അത് ഇതെല്ലാം തലയിടിച്ച് അവിടെ ഫുൾ അങ്ങനത്തെ പരിപാടിയായിരുന്നു മൊത്തം. അത് പക്ഷേ ഇതിൻ്റെ ഔട്ട് ശരിക്കും തിയേറ്ററിൽ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ബിക്കോസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളത് ഷൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ എഫക്റ്റ് വന്നിട്ടില്ല, അതിൻ്റെ ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ഇത് എഫക്ട്സ് വിത്ത് എല്ലാം മൊത്തത്തിൽ അത് കണ്ടപ്പോൾ ഇറ്റ് വാസ് എ സൂപ്പർ എക്സ്പീരിയൻസ്. നല്ല ചേസൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആക്ഷൻ മാസ്റ്റർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ചേസും എല്ലാം സൂപ്പറായിരുന്നു. ഓക്കെ, ശരിയാണ്. താങ്ക് യു. നമ്മൾ നേരത്തെ മധുരാജൻ അതൊക്കെ കാണുന്ന പോലെ തന്നെ വൈശാഖിന് 100% വൈശാഖ് പടം. സ്ക്രിപ്റ്റ് എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. ഉദയകൃഷ്ണയുടെയും മധുൻ മാനവൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഒരുമാതിരി സെയിം ആയിരുന്നു കേട്ടോ. അവസാനത്തെ ഫൈറ്റ് കലക്കിയിട്ടുണ്ട്, അടിപൊളി. മമ്മൂട്ടി അവസാനത്തെ ഫൈറ്റ് മമ്മൂട്ടി അമേസിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ട് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. ഭയങ്കര പടം കേട്ടോ. ഓക്കെ, പൊളിപ്പടമാണ്. മമ്മൂട്ടിയുടെ എനർജി ലെവൽ വേറെ. ഈ പ്രായത്തിൽ ഞാൻ 2 hours ബൂസ്റ്റ് കഴിച്ച് പിടിച്ചാൽ പോലെ എനിക്ക് അത്ര എനർജി ലെവൽ കിട്ടിയില്ല. അത്ര പൊളി മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ. അങ്ങ് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ടിരുന്നു. ആ ഫൈറ്റിനനുസരിച്ച് വേറെ യൂണിവേഴ്സിറ്റിയായിട്ടുണ്ട്. വിതിൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് അത്തരത്തിലുള്ള പൊളി. വൈശാഖിൻ്റെ ഡയറക്ഷന് പോയി ഒന്നും പറയാനില്ല, അടിപൊളി പടം, സെറ്റ് പടം. ഇത് 100 crores. സ്റ്റൈൽസിലായാലും ഓരോ ക്യാരക്ടറിൻ്റെ കാര്യത്തിലായാലും പിന്നെ നമുക്ക് ഇത്രയും ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നാണ്. ലാസ്റ്റ് 8 years ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യണു. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ ബ്രഹ്മയോധനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് ആക്ച്വലി ആളുകൾ ഏത് രീതിയിലാണ് എടുത്തെങ്കിലും ബട്ട് അതിനകത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആഫ്റ്റർ ബ്രഹ്മയോഗം കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ ടർബോ, അത് എല്ലാ ഓഡിയൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു ബട്ട് ഭയങ്കര ഹാപ്പി റിവ്യൂസിനും അതും കാര്യങ്ങളിലും. ഈവൻ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്ന് നിൽക്കാൻ വരെ ധൈര്യം കിട്ടിയത് ടർബോൻ്റെ സക്സസും മമ്മൂക്കയുടെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളാണ്. താങ്ക് യു. പടം അടിപൊളി പടം. ഈ പറഞ്ഞ പോലെ അറിയാലോ, നമ്മളെ ഈ ജാക്കി ചാൻ്റെ ബ്രൂസിലൊക്കെ പടങ്ങൾ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഒരു ഓൾറെഡി മലയാളി ഓഡിയൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയ മമ്മൂട്ടി കമ്പനിയുടെയും ഒരു അടിപൊളി ബ്രൂസിലി ടർബോ പടം. അമ്മാതിരി അമിട്ട് സാധനം കലക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രായത്തിലൊക്കെ നമുക്ക് അത്ര നല്ല ക്വാളിറ്റിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ മുപ്പരുടെ ഏജ് വെച്ചിട്ട് ആ ഏജിനെ നമ്മൾ പരിഗണിക്കല്ലോ. അടിപൊളി സാധനം, ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സാധനം. ഈ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ പടത്തിനെ ബാധിക്കില്ല. ആൾക്കാർ വന്ന് അടിപൊളിയായിട്ട് പടം കാണും. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എന്തായാലും തിയേറ്ററിലേക്ക് വരും, ഫാമിലിയോട് കൂടിയിട്ട് തന്നെ വരും. കാരണം അമ്മാതിരി മൗത്ത് പബ്ലിസിറ്റിയും ഈ പടത്തിന് വരിക. കാരണം അത്രയും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ കരിയറിൽ എഫേർട്ട് എടുത്തൊരു പടങ്ങളിലൊന്നാണ് ടർബോ. അത് അതേപോലെ തന്നെ സ്ക്രീനിൽ കാണാനുണ്ട്, നന്നായിട്ടുണ്ട്. വൈശാഖേട്ടൻ്റെ ആണെങ്കിലും ഇതിൽ അഭിനയിച്ച മറ്റ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ആ കോംബോ വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. സൂപ്പർ ടർബോ സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. മമ്മൂക്കയുടെ പുതിയൊരു തിരിച്ചുവരവ്. മമ്മൂക്ക ശരിക്കും നന്നായിട്ട് ആക്ഷൻ ത്രില്ലർ മൂവി, സൂപ്പർ മൂവിയാണ്. ഓ വില്ലൻ അടിപൊളിയാണ്. ഷെട്ടി അടിപൊളിയാണ്, സൂപ്പറാണ്. ടർബോ ജോസ് എന്ന കഥാപാത്രത്തിനെ കാണണമെങ്കിൽ മമ്മൂക്കനെ വിട്ടുകള. ആ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ നല്ല സൂപ്പറായിട്ട് മമ്മൂക്ക ഇത്രയും പ്രായത്തിൽ
അദ്ദേഹത്തിൻ്റെ ശരീരഘടന ഭാഷ കൊണ്ട് നമ്മളെ മലയാളികളെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ കോരിത്തരിപ്പിക്കുന്ന വിജയുടെ പടമൊക്കെ നമ്മൾ കാണാൻ വേണ്ടി എങ്ങനെ പോകണം അതിനെല്ലാം കവച്ചു വെച്ച്. കാരണം പെർഫെക്റ്റ് അഭിനയം മമ്മൂക്കട. കാരണം ആ ഇത്തരം പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെ വന്നാലും ചലിക്കണമല്ല, അല്ലാതെ വെറുതെ അങ്ങോട്ട് സ്ക്രീനിൽ എന്ത് കമ്പ്യൂട്ടറാണ് ഇതാണ് കാണിക്കും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ കാർ ചേസിങ് മമ്മൂക്കയുടെ ജീവിതാഭിലാഷം ഇതിൽ ഈ കാർ ചേസ് കാണിച്ച് മമ്മൂക്ക ഞെട്ടിച്ച് കളഞ്ഞു. സൂപ്പർ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ക്രിസ്റ്റോ സൂപ്പർ. രാജ്ബി ഷെട്ടി വില്ലനായിട്ട് വന്ന ആൾ മലയാളികൾക്ക് മറ്റൊരു വില്ലനെ കൂടി കിട്ടി. എന്ത് അഭിനയം, ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ്. നമ്മൾ അമാനുഷികതൊന്നുമില്ലാത്ത എന്തായാലും ഇതിൽ തല്ലും കിട്ടേണ്ട നമുക്കൊക്കെ നല്ലപോലെ തല്ല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ടർബോ ജോസ്. കിട്ടിയ അതിൻ്റെ 10 ഇരട്ടി കൊടുക്കും. അദ്ദേഹം പറയുന്ന പോലെ ഞാൻ വീഴുമ്പോൾ 15 പേര് കൂടെ വീഴുമെന്ന് പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമ്മളെ കോരിത്തെരിപ്പിച്ച് നമുക്ക് രോമാഞ്ചം വന്നുപോയി. അത്രയ്ക്കും പെർഫെക്റ്റാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ടുവന്ന് കാണിക്കുക. നല്ല ധൈര്യം തരുന്ന സിനിമയാണ്. ഓക്കെ. മമ്മൂക്കേനെ ഞാൻ ഞെട്ടിയല്ല ചെയ്തത്, അടുത്തിരിക്കുന്ന ആളെ എനിക്ക് കുത്താനാ തോന്നി. എന്താ വെച്ചാൽ നമ്മൾ അത്രയും ത്രില്ലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതെന്തായാലും ഒരു ഇടിമുഴക്കം തന്നെയായിരുന്നു. ജോസേട്ടായി സൂപ്പർ. ഇങ്ങനെ പ്രായം വയസ്സായാളെ സമ്മതിക്കണം നമുക്കങ്ങനെ ഹാറ്റ്സ് ഓഫ്. കാരണം ഈ ഇത്രയും ഗംഭീര ഫൈറ്റാണ്, ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എടുത്ത് പറയേണ്ട ഫൈറ്റാണ്. രസമായിട്ട് ഒരു ഗംഭീരമായിട്ടുണ്ട് ക്ലൈമാക്സൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു ചെറിയൊരു ഹുക്കപ്പ് പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊടുത്തിട്ടുണ്ട്. അതർവൈസ് ഫൈറ്റ്സ് എല്ലാം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ പടമാണ്, അങ്ങനത്തെ ഒരു പറയാൻ പറ്റും. പിന്നെ ഓൾ ഓവർ കൊള്ളാം, നല്ല മൂവിയാണ്. എടുത്തു പറയേണ്ട ഒരു ഘടകം ഇത് പിന്നെ ഒരുപാട് ബൈലിംഗൽ മൂവി പോലെയാണ് വന്നിരിക്കുന്നത്. തമിഴ് മലയാളം കലർന്നിട്ടുള്ള ഒരു മൂവിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ മൂവീസ് ഒരു മാസ് മൂവി എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലല്ല, ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ക്ലൈമാക്സിലുള്ള ഒരു ഗംഭീര ഒരു വെടിക്കെട്ട് പോലെയുള്ള ഒരു ഫൈറ്റിലൂടെ അവസാനിക്കുന്ന ഒരു ആക്ഷൻ എൻ്റർടൈനർ എന്ന രീതിയിലാണ് ടർബോ വന്നിരിക്കുന്നത്. വില്ലൻ രാജ്ബി ഷെട്ടി അദ്ദേഹത്തിന്, കാരണം നമുക്കിപ്പോൾ ഒരു വില്ലനാവാൻ വേണ്ടി പടുകൂറ്റൻ ശരീരമോ ഒരു വലിയ കോസ്റ്റ്യൂമോ ഒന്നും വേണ്ട എന്ന് തോന്നി. പിന്നെ ഏറ്റവും ഒഴിവാക്കാവുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഈ വില്ലന്മാർക്ക് ചില വില്ലന്മാർക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സൗണ്ട് ഓവറാണ് ഭയങ്കര കനത്തിലുള്ള. പണ്ട് നമ്മൾ മുസാഫിർ എന്നൊക്കെ കേട്ട പോലെ ആ ഒരു വോയിസ് ഓവർ ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു ആ മെയിൻ വില്ലനായിട്ട് വന്ന ഒരു പുള്ളി അത്ര ഒരു സെറ്റായില്ല. പക്ഷേ രാജ്ബി ഷെട്ടിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വില്ലനാണ്. കാരണം ഇയാൾ അൺബീറ്റബിൾ ആണ്, ഇയാൾ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ രാജ്ബി ഷെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പരിസരത്തിലോ കഥാപാത്ര നിർമ്മിതിയിലോ യാതൊരു പുതുമയുമില്ല. കാരണം ആക്ഷൻ മൂവികളിൽ നമ്മളത് അവകാശപ്പെടാൻ പാടില്ലെങ്കിൽ കൂടി ഒരു പ്രത്യേക ഒരു വൈശാഖിൻ്റെ സ്ഥിരം ഷോട്ടുകളും അതിലൂടെ കടന്നു പോകുന്ന സ്ഥിരം വൈശാഖ് ഫോർമുല തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നതെങ്കിൽ കൂടി മമ്മൂട്ടിയുടെ അവസാനത്തെ ഒരു 15-20 മിനിറ്റുള്ള ആ ഫൈറ്റിലേക്ക് എത്തിച്ച ആ ഫൈറ്റ് രംഗങ്ങൾ ഈ സിനിമയെ ഒരു വാച്ചബിൾ മൂവിയാക്കി മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഒരു പാർട്ടിൽ ഇതിൽ കൂടുതൽ ആക്ഷനും പൊടിവാർന്ന ആക്ഷനും പ്രതീക്ഷിക്കുന്നു. കൂകിപ്പായും ടർബോ, ചുഴറ്റിയടിക്കും ടർബോ, ഇടിച്ചു മറിക്കും ടർബോ, കുനിച്ച് ഇടിക്കും ടർബോ, അതാണ് അടിക്കും ടർബോ. നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രായങ്ങൾ, നമ്മൾക്ക് പ്രായം കൂടുമ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ 73-ാം വയസ്സിലും 28-ൻ്റെ ചുരുക്കോടെ അവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവരെയും ആവേശം പരിധോധന തന്നെ ആക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റണ്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ, മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച് എഴുത്തിലൂടെ സമ്മാനിച്ച അദ്ദേഹത്തോടൊപ്പം ഈ 3 പേര് ത്രിമൂർത്തികൾ ചേർന്നപ്പോൾ തിയേറ്ററിൽ പൂരപ്പുറമ്പ് തന്നെയാണ് സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ചിത്രമാണ് ടർബോ. നല്ല മനോഹരമായ കഥയാണ്. തീർച്ചയായിട്ടും അതെ, മനോഹരം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ സ്റ്റണ്ട്, അത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. തീർച്ചയായും ഒരു അസൂയാവഹമായ ഒരു അവതാരമാണ് മമ്മൂക്ക എന്നാണ്. തീർച്ചയായിട്ടും യുവതാരങ്ങൾക്ക് ഇൻസ്പിറേഷനാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ച് നിറഞ്ഞാടിയപ്പോൾ തിയേറ്ററിൽ പൂരപ്പറമ്പ് തന്നെയാണ് സൃഷ്ടിച്ചത്. ഇടിയുടെ ഒരു മേളം തന്നെയാണ് ഈ ഒരു ചിത്രം.